നിനക്ക് നിന്റെ സാമ്രാജ്യവും നഷ്ടപ്പെട്ടിരിക്കുന്ന യുധിഷ്ഠിര, നീ ഇപ്പോൾ എനിക്ക് ദാസനായി മാറിയിരിക്കുന്നു. ഇനി മുതൽ നാമാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ നാഥൻ, നാമാണ് ഈ സാമ്രാജ്യം. നമ്മുടെ കയ്യിലുള്ള സർവ്വതും നഷ്ടമായി. നമ്മുടെ സഹോദരന്മാർ മന്ദയവസ്ഥയായി. നീ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഇതോടെ ഈ കളിയുടെ അവസാനം നാം നമ്മുടെ സഹോദരന്മാർക്കൊപ്പം പോവുകയാണ്, വിട നൽകുകയാണ്. മാതുല, ആ ദാസൻ യുധിഷ്ഠിരൻ പോകുന്നു. മിന്നാലും സാമ്രാജ്യം അല്ല, ദാസൻ യുധിഷ്ഠിര, അങ്ങക്ക് എങ്ങനെ ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കും? ചൂതുകളി ഇനിയും അവസാനിച്ചിട്ടില്ല. അവസാനിച്ചിരുന്നു? അതെ, അവസാനിച്ചിട്ടില്ല. ഇനി ഒന്നുകൂടെ അങ്ങയുടെ പക്കലുണ്ടല്ലോ പന്തയം വെക്കാൻ. നാം നമ്മുടെ പക്കലുള്ള നമുക്ക് അവകാശപ്പെട്ടതെല്ലാം പന്തയം വെച്ച് നഷ്ടപ്പെടുത്തിയിരിക്കും. ഇനി എന്താണ് വിശേഷിച്ചത് പറയുമാറില്ല. ഒന്നുണ്ട്, അങ്ങയുടെ പ്രിയഭക്തി ദ്രൗപദി. പാഞ്ചാലിയോ? അതെ, നാം നമ്മുടെ പത്നി ഭാനുമതിയെ ഇവിടെ പന്തയം വെക്കുന്നു. പകരം നിങ്ങൾ നിങ്ങളുടെ പത്നി ആ ദ്രുപദ കന്യക ദ്രൗപദിയെ പന്തയം വെക്കണം. ഇപ്രകാരം പ്രവർത്തിക്കരുത്. ഇത് ഉചിതമല്ല. നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പാഞ്ചാലിയെ പന്തയം വെക്കുന്നത് നമുക്ക് അസംഭവ്യം തന്നെ. ഇത് നമ്മുടെ ആജ്ഞയാണ് ദാസ. തന്റെ യജമാനന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് ദാസന്റെ ധർമ്മമാണ്. എന്തുകൊണ്ട് സംഭവ്യമല്ല? അവകാശമുള്ളതും അഭിമാനിക്കുന്നതുമായതാണ് ഇവിടെ പന്തയം വയ്ക്കുന്നത്. അവിടുത്തെ പത്നി അഭിമാനിക്കുന്നില്ലേ? എങ്ങനെ അഭിമാനിക്കാനാണ് മാതുല? 5 പുരുഷന്മാർക്കൊപ്പം ജീവിതം പങ്കുവയ്ക്കുന്ന ഒരു സ്ത്രീയിൽ ആരെങ്കിലും അഭിമാനിക്കുന്നത്? ഇല്ല ദുര്യോധന, ഞാൻ പാഞ്ചാലിയെ അഭിമാനിക്കും. അവളുടെ തപസ്സിലും ത്യാഗത്തിലും ഞാൻ അഭിമാനിക്കും. അവളുടെ പവിത്രതയിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഇത് അധർമ്മമാണ്, അധർമ്മമാണ്. അവരുടെ സ്വന്തം പത്നിയെ അഭിമാനിക്കുന്നതെങ്കിൽ പന്തയം വെക്കുന്നത് എങ്ങനെ അധർമ്മമാകും യുധിഷ്ഠിര? ഈ കളി പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് പോകുന്നത് ധർമ്മമല്ലല്ലോ ധർമ്മപുത്രരെ. വരൂ, വന്ന് കളിച്ചാലും. ഈ പകയിൽ 12 ആൾ വീഴുന്നതെങ്കിൽ അവിടത്തേക്ക് അങ്ങയുടെ ധർമ്മപത്നി നഷ്ടമാകും. പകിട 12. അവിടത്തേക്ക് അങ്ങയുടെ ധർമ്മപത്നി ദ്രൗപദിയെ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആ ദ്രുപദ കന്യക ദ്രൗപദിയും നമ്മുടെ ദാസിയായി മാറിയിരിക്കുന്നു. ദുശാസന, ചെല്ലു, ആ ദാസി ദ്രൗപദിയെ ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവൾ വിസമ്മതിച്ചാൽ അവളുടെ കേശത്തിൽ പിടിച്ചു വലിച്ചെടുത്ത് ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആജ്ഞ പോലെ ദുശാസന, നീ പവിത്രമായ പാഞ്ചാലിയുടെ കേശത്തിൽ സ്പർശിച്ചുകൊണ്ട് അത് അശുദ്ധമാക്കിയിരിക്കുന്നു. നിന്നെ നാം വധിക്കുന്നതിന് മുമ്പ് നിന്റെ മാരണം പിളർന്ന രക്തത്താൽ ഞാൻ പാഞ്ചാലിയുടെ കേശം കഴുകി ശുദ്ധമാക്കുന്നതാണ്.
അഹങ്കാരമില്ലാതായോന്ന് അയാളുടെ മുഖം നോക്കിയാൽ മതി. ദുശാസന, ആ അഹങ്കാരിയായ സ്ത്രീയുടെ മുഖം കാണിക്കും. ഇതെന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്? എന്താണ് സഭയിൽ അരങ്ങേറുന്നത്? നാം ഈ കുരുവംശത്തിന്റെ കുലവധുവല്ലേ? നമ്മെ ലക്ഷ്മിയായല്ലേ ഈ നിർത്തിനപുരം സ്വീകരിച്ചത്? എന്നിട്ട് എന്തിനാണ് നമ്മെ ഈ പ്രകാരം ഈ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്? ഇതെന്ത് ധർമ്മമാണ്? നമുക്ക് ഉത്തരം നൽകിയാലും. ഇത് ഏത് തരത്തിലുള്ള ധർമ്മമാണ് എന്ന് നീ സ്വന്തം പതിമാരോട് ചോദിച്ചാലും ദാസി. നമുക്ക് ഉത്തരം നൽകിയാലും അറിയാം. ഏത് അധികാരത്തിലാണോ അവരുടെ സഹോദരന്മാരെ പന്തയം വെച്ചത്, അതേ അധികാരത്തിലാണോ നമ്മയെയും പന്തയം വെച്ചത്? ഉത്തരം നൽകിയാലും. അതേ പഞ്ചായത്തി, നിങ്ങൾ 4 സഹോദരന്മാർ സന്യാസം സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നാം നിങ്ങൾ 5 പേരെയും വിവാഹം കഴിച്ചുകൊണ്ട് ഈ ജീവിതം തന്നെ തപസ്യയാക്കി മാറ്റിയത്? അതിന് നമുക്ക് നൽകിയ ഉപഹാരമാണോ ഇപ്പോൾ ഇത്? ഉത്തരം നൽകിയാലും. ഈ സമസ്ത സഭയോടും ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് നീതിയാണ്? ഒരു സ്ത്രീയെ പുരുഷന്മാർ മാത്രമുള്ള സഭയിലേക്ക് ഇപ്രകാരം വലിച്ചു കൊണ്ടുവരുന്നതാണോ നിങ്ങളുടെ നീതി? കുലവധുവിനോട് ഇപ്രകാരം പെരുമാറുന്നതാണോ ഹസ്തനപുരത്തിന്റെ സംസ്കാരം? ഉത്തരം നൽകിയാലും നമുക്ക് ഉത്തരം നൽകിയാലും. വെറുതെ കുലപ്പാതിരിക്കൂ ദാസി ദ്രൗപദി. നിന്റെ 5 പതികൾ ഇപ്പോൾ നപുംസകമായി മാറിയിരിക്കുന്നു. വരൂ, നീ യജമാനന്റെ അടുത്ത് വരൂ. വന്നെന്റെ തുടയിൽ വന്നിരിക്കും. ദുര്യോധന, നാം നിന്റെ തുടയിൽ അസ്ഥി തകർത്തുകൊണ്ട് നിന്റെ പ്രാണൻ എടുക്കുന്നതായിരിക്കും. സമസ്ത പ്രപഞ്ചവും നിറയ്ക്കുന്ന മൃത്യുവായിരിക്കും നിനക്ക് നാം നൽകുന്നത്. പുലപ്പാതിരിക്കൂ ദാസ. വരൂ ദാസി, നീ നിന്റെ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കൂ. ദുര്യോധന, അഗ്നിയിൽ നിന്ന് ജന്മമെടുത്തവരാണ് നാം. അഗ്നിയെ ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മെ ദാസിയാക്കാൻ ആർക്കും സാധിക്കില്ല. നമുക്കിത് സ്വീകാര്യമല്ല. നിൽക്കൂ ദാസി. നിനക്ക് നമ്മുടെ ആജ്ഞ അനുസരിക്കാതെ ഇവിടെ നിന്ന് പോകുവാൻ കഴിയില്ല. മടങ്ങി വരൂ. ഇല്ല ദുര്യോധന, നിനക്ക് തന്നെ തടയാൻ കഴിയില്ല. ഇത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് നിനക്കൊരിക്കലും ഒരു വസ്ത്രം പോലെ പറിച്ചെടുക്കാൻ സാധിക്കില്ല. സ്വാതന്ത്ര്യം പറിച്ചെടുക്കാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷെ നിന്റെ വസ്ത്രം പറിച്ചെടുക്കാമല്ലോ. ദുശാസന, ചെല്ലു. എപ്രകാരമാണോ നമ്മെ അവൾ സഭയിൽ വെച്ച് നിരായുധനാക്കിയത്, അപ്രകാരം തന്നെ ഈ സ്ത്രീയെ വിമുക്തയാക്കൂ. പോകൂ. ഇപ്രകാരം പ്രവർത്തിക്കല്ല ദുര്യോധന, ഇത് ന്യായമല്ല. പോകൂ ദുശാസന, പോയി അവളുടെ വസ്ത്രം പറിച്ചെടുക്കൂ. ഇപ്രകാരം പ്രവർത്തിക്കില്ല. നീ ഇപ്പോൾ പാണ്ഡവരുടെ പക്ഷത്താണോ വികർണ? അങ്ങനെയല്ല ജ്യേഷ്ഠ, നാം അവിടുത്തെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു യോദ്ധാവിനെ നിരായുധനാക്കുന്നതും ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുന്നതും ഒരുപോലെയല്ല ജ്യേഷ്ഠ. കൂടാതെ ദ്രൗപദി കുരുവംശത്തിന്റെ കുലവധു കൂടിയാണ്. ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഉചിതമല്ല ജ്യേഷ്ഠ. ഈ സ്ത്രീയാണോ കുലവധു വികർണ? 5 പുരുഷന്മാർക്കൊപ്പം ജീവിതം പങ്കുവയ്ക്കുന്ന ഈ സ്ത്രീയാണോ? അങ്ങനെയുള്ളവരെ വേശ്യ എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വസ്ത്രമുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അംഗരാജാവ് കർണ, പോകൂ ദുശാസന, പോയി അവളുടെ വസ്ത്രം പറിച്ചെടുക്കൂ. മൗനം പാലിച്ചാലും ആര്യപുത്രന്മാരെ, മൗനം പാലിച്ചാലും. ഏവരും മൗനം പാലിച്ചാലും ധർമ്മത്തിന് അധിഷ്ഠിതമായി നടക്കുന്ന ഈ അധർമ്മത്തെ നേരിടാൻ നിങ്ങൾക്കാവില്ല. ഇത് തന്നെയാണ് ശക്തനെ അശക്തനാക്കുന്നത്. ഇനി നമ്മെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല. ഇനി നമ്മുടെ അഭിമാനം ഈശ്വരന് മാത്രമേ സംരക്ഷിക്കാനാകൂ. വരൂ ദുശാസന, സ്വന്തം ശക്തിയെ പരീക്ഷിക്കൂ. കൃഷ്ണ, ഗോവിന്ദ, നമ്മെ രക്ഷിച്ചാലും.
तदात्मानं सृजाम्यहम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् ഈ മാനവരാശിയിൽ സദാ സ്ത്രീകളാണ് ചൂഷണത്തിനിരയാകുന്നത്. ഇതെന്ത് സമൂഹമാണ് ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് സ്ത്രീയും പുരുഷനും. എന്നാൽ പുരുഷന്റെ അഹങ്കാരം സദാ സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ സദാ വേദനകൾ സഹിക്കുന്നു. ഏവരും മുന്നോർത്തുകൊള്ളുക, ഏതൊരു സ്ത്രീയെയും ചൂഷണം ചെയ്താലും ഉപദ്രവിച്ചാലും അവർക്ക് സർവനാശം സുനിശ്ചിതമാണ്. ഒരു മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാകുന്നതാണ്. അത് സർവനാശം വിതയ്ക്കുന്നതാണ്.